ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ അനുസ്മരിക്കാതിരിക്കാൻ വയ്യ. നമ്മുടെ ഉയർച്ചകളിൽ നമ്മുടെ കൂടെ നിൽക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കൂടെയുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുമൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഒരു വീഴ്ചയോ ഒരു താഴ്ചയോ ഉണ്ടായാൽ ഇവരിൽ ആരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല, നമ്മുടെ കൂടെ കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെ ഒരു കുഴപ്പമായിട്ട് തോന്നി മാറിപ്പോകുന്നവർ ധാരാളമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കണ്ട എന്ന് കരുതി അഥവാ കൂടെ നിന്നാൽ വേറെ തല റിസ്ക്കുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അവഗണിക്കുന്നവരും ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോസഫ് മേലുകാരൻ്റെ പുസ്തകത്തിൽ പറയുന്ന മാതിരി അതെല്ലാം ദുർഭൂതങ്ങളാണ്. ദുർഭൂതങ്ങളെ നോക്കി പകച്ചു നിൽക്കാനല്ല നമ്മുടെ വിളി, അവയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ വിളി. അപ്പോഴേ നമ്മളിലുള്ള സാഹസികത എന്താണെന്ന് ഈ ലോകത്തിന് മനസ്സിലാവുകയുള്ളൂ. നേരെ മറിച്ച് അവരെ നോക്കി പകച്ചു നിന്ന് പോയാൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇങ്ങനെ പകച്ചു നിന്ന് തോറ്റുപോയവരാണ്. എന്നെ നോക്കി ഇതുപോലെ നോക്കിയ ഒരുപാട് ദുർബോധങ്ങളും എനിക്കറിയാം. എന്നെ എഴുതി തള്ളിയവരെ അറിയാം. അതൊന്നും പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾക്ക് എത്രയോ നല്ലതാണ്, നമുക്ക് എത്രയോ നല്ല കാര്യങ്ങളെക്കുറിച്ച് വേറെ ചിന്തിക്കാനുണ്ട്. അത് മറവിക്ക് വിട്ടുകൊടുത്തേക്ക. വിസ്മൃതിയിൽ നമ്മൾ ആണ്ടുപോകട്ടെ എന്ന് പറയില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ വേദനിപ്പിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളെയും അനുഭവങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതെല്ലാം വിട്ടിട്ട് നമുക്ക് എത്രയോ നന്മകളും എത്രയോ നല്ല കാര്യങ്ങളും ഓർക്കാനുണ്ട്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യം തിരിച്ചറിയുമെന്നും എന്തെങ്കിലുമൊക്കെ അവർ തിരിച്ചു വരുമെന്നും നമുക്ക് വിചാരിക്കണം. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നെ എഴുതി തെളിവരെല്ലാം എൻ്റെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിന്നീട് വരാനിടയായിട്ടുണ്ട്. എന്നെ അവഗണിച്ചവർ എൻ്റെ മുമ്പിൽ വരാനായിട്ട് തിടുക്കം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും, അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു ചരിത്രമാണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അവരുടെ ചെലവിലല്ല നമ്മുടെ ജീവിതമെന്നും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്നും നമ്മൾ ജീവിക്കുമെന്നും തോറ്റു കൊടുക്കില്ല എന്നും തോൽക്കാനായിട്ട് ജനിച്ചതല്ല ജയിക്കാനായിട്ട് ജനിച്ചതാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രൂവ് എന്ന് പറയില്ലേ, തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ആത്മകഥാംശമുള്ള ഭാഗം വെറുതെ ഒന്ന് സ്പർശിച്ച് വിടുകയാണെങ്കിൽ ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള 2-3 കൊച്ചു നുറുങ്ങ് ഇതിനെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരോടും പകയില്ലാതെ ജീവിക്കുക, നമ്മളായിട്ട് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക, നമ്മൾ ആരെയും വിധിക്കാതിരിക്കുക, നമുക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിയുക. അവരുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടോ കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ആയിരിക്കും അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയതെന്നും അങ്ങനെ പെരുമാറാൻ തോന്നിയതും എന്നുമൊക്കെ ഒരു അലവൻസ് കൊടുത്ത് അവരെ ഒരു ചാരിറ്റബിളായിട്ട് ഒരു സ്നേഹത്തോടെ അങ്ങ് കാണുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വെറുപ്പ് പോകും, വിരോധം പോകും, വൈരാഗ്യം പോകും, വിദ്വേഷം പോകും. അപ്പം മനസ്സ് നന്നായി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ശുഭം വരും, ഉറപ്പാണ്. നല്ലതേ വരൂ. കാരണം നല്ലത് വരാതിരിക്കാൻ സാധിക്കുകയില്ല. നല്ല മനസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സുള്ളവരായി നന്മ കൈവരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സ് നന്നായി കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.
റേഡിയോ മല്ലു മലയാളിയുടെ പാട്ടുപെട്ടി.